الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قال عذابي أصيب به من أشاء ورحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാർ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വയനാട്ടിലെ ചൂരൽ മലയിലും മേപ്പാടിയിലും മുണ്ടക്കയിലുമൊക്കെ ഉണ്ടായ ആ ഉരുൾപൊട്ടൽ നമ്മെയെല്ലാം വല്ലാതെ വിഷമിപ്പിച്ച, സങ്കടപ്പെടുത്തിയ കാര്യമാണ്. ഇന്നും അതിൻ്റെ വേദന വിട്ടുമാറാത്തവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ ഒരു മന്ത്രി ഈ അടുത്ത ദിവസം അവിടെ സന്ദർശിച്ചു കൊണ്ട് ഇരിക്കുമ്പോൾ ദൃശ്യ മാധ്യമങ്ങളുടെ മുമ്പിൽ പൊട്ടിക്കരയുന്ന രംഗമൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അദ്ദേഹം അങ്ങ് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ എങ്ങനെ ഇവരെയൊക്കെ ആശ്വസിപ്പിക്കും? ഒരു മകൻ വാപ്പയെ തിരഞ്ഞ് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. ആ മകനെ കണ്ടപ്പോഴാണ് ആ മന്ത്രിക്ക് പോലും കരച്ചിലടക്കാൻ സാധിക്കാൻ. അപ്പോൾ അത്രമാത്രം
വിഷമമേറിയ, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ച വലിയ ഒരു ആഘാതം എന്ന് തന്നെ വേണം നമുക്ക് പറയുവാൻ. അവിടെ ജീവിച്ചിരുന്ന ആളുകളൊക്കെ നല്ലവരായിരുന്നു എന്നാണ് കേട്ടെടുത്തോളം നമുക്കറിയാൻ കഴിഞ്ഞത്. വളരെ നല്ല മനുഷ്യരായിരുന്നു. പൊതുവെ വടക്കൻ ജില്ലകളിലെ ആളുകളെ ഒക്കെ എടുത്തു നോക്കിയാൽ, മനുഷ്യരെ എടുത്ത് പരിശോധിച്ചാൽ പൊതുവെ നല്ല നിലയിൽ ജീവിക്കുന്ന, വളരെ നല്ല സ്വഭാവവും പെരുമാറ്റവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ആളുകളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ എന്താണ് എന്നൊക്കെ ഒരുപക്ഷെ നമുക്കുമൊക്കെ തോന്നിപ്പോയേക്കാം. അപ്പോൾ ഇങ്ങനെ ഉള്ള ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ അലംഘനീയമായ നിശ്ചയമാണ്, തീരുമാനമാണ്. നമുക്ക് ഒന്നും പറയാൻ പറ്റുകയില്ല, ചോദ്യം ചെയ്യപ്പെടാൻ പറ്റുകയില്ല. ഒരുപക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിച്ചതായിരിക്കാം. ഒരു ഖൈറ് അള്ളാഹു കണ്ടിട്ടുണ്ടാവും, ഒരു ഖൈറിൻ്റെ ഒരു വശം അള്ളാഹു കണ്ടിട്ടുണ്ടാവും. നമ്മൾ നോക്കുമ്പോൾ അവിടെയുള്ള വീടുകളും പോയി, അവിടെയുള്ള ആളുകളും പോയി എന്ന് തോന്നിയേക്കാം. പക്ഷേ ഒരു പ്രധാന ചോദ്യം എന്ന് പറയുന്നത് അവർ മാത്രമല്ലല്ലോ മരണപ്പെടുക, ആണോ? അവർ മാത്രമല്ല മരിക്കുക, എല്ലാവരും മരിക്കും. എല്ലാ ആളുകളും മരിക്കും. അതുകൊണ്ട് തന്നെ ഈ മരണത്തെക്കുറിച്ച് നമുക്ക് അതിൻ്റെ ബാഹ്യമായി വശങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു വേദനയും വിഷമവും സങ്കടവും ഒക്കെ തോന്നാറുണ്ടെങ്കിലും ആത്യന്തികമായി മരണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ് എന്ന് നമുക്ക് പറയേണ്ട സന്ദർഭങ്ങളുണ്ട്. ചിലപ്പോൾ മരണം ഖൈറാകും. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ വളരെ പ്രായം ചെന്ന ഒരാൾ, ഒരു ഉമ്മ അല്ലെങ്കിൽ ഉപ്പാപ്പ, വളരെ പ്രായം ചെന്ന നമ്മുടെ ബന്ധത്തിൽ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്ന് നോക്കുക. അവർ പ്രായം ചെന്ന് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്, ഒരു കിടന്ന് കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുകയാണ്, ഒരു ശ്വാസമെടുക്കാനൊക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു വിചാരം എന്താണ് തോന്നുക? അള്ളാഹു അവരെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, അള്ളാഹു അവരെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, ഒന്ന് മരിപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് നമ്മൾ പറയും. സാധാരണയാണ്. ആ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതെന്താണ്? അത് കാരുണ്യമാണ്. നമുക്ക് അവരോടുള്ള അവരോടുള്ള വെറുപ്പല്ല, മറിച്ച് അവരോടുള്ള കാരുണ്യമാണ്. അവർ പ്രയാസപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പടച്ചവനെ, ഇവർക്ക് ജീവിതമാണ് ഉത്തമമെങ്കിൽ ജീവിപ്പിക്കുക, അല്ലെങ്കിൽ മരിപ്പിക്കണേ റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ പറഞ്ഞു പോകും. അതേപോലെ തന്നെ മൊത്തത്തിൽ മരണം എന്ന് പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹം തന്നെയാണ്. മൊത്തത്തിൽ എന്താണ്? ഇവിടെ ആദം നബി മുതൽ ജനിച്ച് വളർന്ന മനുഷ്യർ ഇന്നും ജീവിച്ചിരിക്കുകയായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഈ ദുനിയാവിൻ്റെ അവസ്ഥ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് മുതൽ ഉള്ള ആളുകളൊക്കെ മരിക്കാതെ ഇവിടെ ശേഷിച്ച് ഇരിക്കുന്ന അവസ്ഥയായിരുന്നുവെങ്കിൽ എങ്ങനെ ഈ വൃദ്ധന്മാരെ കൊണ്ടും പടുവൃദ്ധന്മാരെ കൊണ്ടും വയസ്സായവരെ കൊണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ, എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ, വഴിയിലും അവിടെയും ഇവിടെയും ഒക്കെ ഇത്തരം പ്രായം ചെന്നവരെ കൊണ്ട് എല്ലാം നിശ്ചലമായി പോകുമായിരുന്നു. അപ്പോൾ ഓരോ സമയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമമാണ് ഈ മരണം എന്ന് പറയും.
അതങ്ങനെ ഓരോരുത്തരും ഓരോ കാലഘട്ടം അനുസരിച്ച് അങ്ങനെ മാറ്റി മാറ്റി പുതിയ തലമുറയെ കൊണ്ടുവന്നു അങ്ങനെ 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 പോവുകയാണ്. അപ്പൊ അങ്ങനെ പോവുകയാണ് അത്. അപ്പോൾ മരണം എന്ന് പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മറ്റു ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അനുഗ്രഹമാണ്. അല്ലെങ്കിൽ ഇതെല്ലാം പെരുകി പെരുകി എന്താകും? നമുക്ക് സൗകര്യമായി പോകാൻ പറ്റുമോ? നിറഞ്ഞു കവിയുമായിരുന്നു. പക്ഷെ അതിന് എന്താണ്? മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറടക്കുന്നു. ആ മണ്ണിന് ആ കഴിവും കൊടുത്തിട്ടുണ്ട്. അത് മാറ്റാൻ, ആ മനുഷ്യനെ മണ്ണാക്കി മാറ്റാൻ ഉള്ള സംവിധാനങ്ങൾ പടച്ചവൻ ഇണക്കി വെച്ചിട്ടുണ്ട്. ചെറിയ പുഴുക്കളും അതും ഇതെല്ലാം വന്നത് തിന്നുകയാണ്. അങ്ങനെ എന്താണ് ഖബറിലൊക്കെ വലിയ പുഴുക്കളും അല്ലേ? നമ്മുടെ മുസ്ലിയാർ പറഞ്ഞായിരുന്നല്ലോ, തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ, ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാൽ ഉടൻ വാ വിട്ടു നീ കരയേണ്ടതാ, ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണ് അവകൾക്ക് നീ ചെല്ലുന്നതിൽ. ആ ചിതലും പുഴുക്കളും ഒക്കെ നമ്മളെ തിന്നു തീർക്കുകയാണ്. അങ്ങനെ അടുത്തടുത്ത് അങ്ങനെ പോവുകയാണ്. അത് അള്ളാഹുവിൻ്റെ സിസ്റ്റമാണ്. അള്ളാഹു ഇവിടെ നമുക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള നിയമ നടപടികളാണ്. അതങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനം. അപ്പോൾ സഹോദരങ്ങളെ, അതേപോലെ തന്നെ അള്ളാഹു വേദന നമുക്ക് വെച്ചിട്ടുണ്ട്. വേദന, കണ്ണുനീര് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ്. വേദന, നമുക്ക് വേദന കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. ഒരു തലവേദന വന്നു എന്ന് വിചാരിക്കുക, സഹിക്കുന്നില്ല, വേദന സഹിക്കാൻ കഴിയുന്നില്ല. അവസാനം മാറാത്തത് കൊണ്ട് നാം ഡോക്ടറിനെ സമീപിച്ച് ഡോക്ടർ പറയുന്ന ചെക്കപ്പൊക്കെ നടത്തിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഒരു ട്യൂമറിന്റെ തുടക്കം തലയ്ക്കകത്ത് സംഭവിച്ചു പോയിട്ടുണ്ട്. ഒരു തുടക്കം ആയിട്ടുണ്ട്. ഒരു ട്യൂമർ കണ്ടെത്തുകയാണ്. അത് എങ്ങനെ കണ്ടെത്തി? ആ വേദന വന്നതുകൊണ്ടാണ് അവൻ ആ രോഗത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ വേദന ഖൈറാണ്, അവന് ഖൈറായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ ഡോക്ടർമാർ ചില ആളുകൾക്ക് കാല് മുറിക്കേണ്ടി വരുന്നു, കൈ മുറിക്കേണ്ടി വരുന്നു. നമ്മൾ പറയുമോ ഡോക്ടർ എത്ര ക്രൂരനാണെന്ന് പറയുമോ? ഡോക്ടർ ക്രൂരനാണെന്ന് പറയുമോ? ഒരിക്കലും പറയാൻ പറ്റുകയില്ല. ഡോക്ടറിന് കാരുണ്യമുള്ളത് കൊണ്ടാണ് ആ മനുഷ്യന്റെ കാല് മുറിച്ച് മാറ്റാൻ ഡോക്ടർ തയ്യാറാവും. കാരുണ്യം ഉള്ളത് കൊണ്ടാണ്. സഹോദരങ്ങളെ, അപ്പോൾ അതാണ് എല്ലാം. ഈ വേദനയും കണ്ണുനീരും അല്ലെ? ചിലപ്പോൾ കണ്ണുനീരിനെ കുറിച്ച് ഈ ഭർത്താവ് മരണപ്പെട്ടു പോയ ചെറുപ്പക്കാരിയായ ഒരു ഭാര്യ, പെട്ടെന്ന് ഭർത്താവ് മരണപ്പെട്ടു പോവുകയാണ്. അതിൽ പകച്ച് ആകെ വീർപ്പ് മുട്ടി നിൽക്കുകയാണ്. ആ സങ്കടത്തിൽ വീർപ്പ് മുട്ടി അങ്ങനെ നിൽക്കുകയാണ്. ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ആരോടും എന്താണോ ഒന്നും പറയുന്നില്ല. ഒരു നിശ്ചലമായ അവസ്ഥ. ആ സമയത്ത് നമ്മൾ എന്ത് പറയും? ഒന്ന് കരഞ്ഞു കിട്ടിയിരുന്നുവെങ്കിൽ അല്ലേ? ഒന്ന് ആ പെണ്ണൊന്ന് കരഞ്ഞു കിട്ടിയിരുന്നു, ഒന്ന് കരഞ്ഞാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ മക്കൾ മരണപ്പെട്ടു പോയ വാപ്പ, പിതാവ്, അല്ലെങ്കിൽ ഇത് ഉമ്മ, ഒന്ന് കരഞ്ഞു കിട്ടിയിരുന്നുവെങ്കിൽ. അപ്പൊ കണ്ണുനീരവിടെ അനുഗ്രഹമായിട്ട് പറയണം. അപ്പൊ വേദനയും കണ്ണുനീരും മരണവും എല്ലാം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി ഖൈറാണ് എന്നുള്ള കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇത് പറയാൻ കാരണം, ഈ വയനാട്ടിലെ ദുരന്തം സംഭവിച്ചപ്പോൾ ചില യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, ഭൗതികവാദികൾ രംഗത്ത് വന്നുകൊണ്ട് പറയുകയാണ് ദൈവം കരുണയില്ലാത്തവനാണ്, ക്രൂരനാണ് എന്ന്. ദൈവം ക്രൂരനാണ് എന്ന് അങ്ങനെ പറയുക. ഈ സമയത്ത് അവന്റെ ചരക്ക് വിറ്റഴിക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. ആരെങ്കിലും രണ്ടാളെ കിട്ടിയാലോ എന്നാണ് അവൻ നോക്കുന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെ യുക്തിവാദികൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ അള്ളാഹു ക്രൂരനാണ്,
അള്ളാഹു കരുണയില്ലാത്തവനാണ്, ക്രൂരനാണ് എന്ന് പറയുക. അപ്പോൾ സഹോദരങ്ങളെ, ഇങ്ങനെ പറയുമ്പോൾ നമുക്കെന്താണ് അവരോട് പറയാനുള്ളത്? ഈ വിഷയങ്ങളൊക്കെ കാണുമ്പോൾ, ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസിയായ നമ്മുടെ നിലപാട് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ള കാര്യം സുനിശ്ചിതമായും ഉറപ്പായിട്ടും വിശ്വസിക്കുന്നവനാണ് നമ്മൾ, വിശ്വാസികൾ, ഈമാനുള്ളവർ. ഇത് മാത്രമല്ലല്ലോ, ഉരുൾപൊട്ടൽ മാത്രമല്ലല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ ഇനി വരാനുള്ള വലിയ സംഭവങ്ങളെയൊക്കെ നമ്മൾ വിശ്വസിക്കുകയല്ലേ. അൽ ഖാരിഅതു മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ യൗമ യകൂനു الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش. അങ്ങനെ പോവുകയാണ്. അതേപോലെ തന്നെ അല്ലാഹു പറയുന്നു, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. ഇതിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നവരല്ലേ. അപ്പൊ അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്, ചെറിയ സംഭവമാണ്. ഇതാ വലുത് നിൽക്കുകയാണ്. ആ വലുതിൽ തന്നെ നമ്മൾ വിശ്വസിച്ച് ഓതിപ്പടിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, അർത്ഥം മനസ്സിലാക്കിയവരാണ്. അപ്പോൾ ഒരിക്കലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി ഒരിക്കലും നിരാശപ്പെടേണ്ട സാഹചര്യമില്ല. അള്ളാഹ് മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും നമ്മളുടെ മുമ്പാകെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വലക്കും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാ ഹീൻ. ഒരു നിശ്ചിതമായ കാലയളവിൽ മാത്രമേ നമുക്കിവിടെ ഈ ഭൂമിയിൽ അള്ളാഹു നമുക്ക് ജീവിതം നൽകിയിട്ടുള്ളൂ. ഒരു ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാനിരിക്കുന്നു. അതിൽ വിശ്വസിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദൈവകാരുണ്യത്തെ സംബന്ധിച്ച് എന്തിന് സംശയമുണ്ടാവണം? സഹോദരങ്ങളെ, ഈ യുക്തിവാദികളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് കൂട്ടമരണമൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ. ഇങ്ങനെ കൂട്ടമരണം സംഭവിക്കുമ്പോഴാണല്ലോ ദൈവം എവിടെ എന്നൊക്കെ ചോദിക്കുന്നത്, അള്ളാഹ് എവിടെ, നിങ്ങളുടെ അള്ളാഹു എവിടെ എന്നൊക്കെ ചോദിക്കുന്നത്. ഇത് മാത്രമാണോ ലോകത്ത്? ഇത് ആദ്യത്തെ സംഭവമാണോ ഇങ്ങനെ കൂട്ടമരണങ്ങൾ സംഭവിച്ചത്? എത്രയെത്രയോ മരണങ്ങൾ, കൂട്ടമരണങ്ങൾ. നിങ്ങൾ നോക്കൂ, 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം, എത്ര ലക്ഷക്കണക്കിന് ആളുകൾ, ദശലക്ഷക്കണക്കിന് ആളുകളല്ലേ ഓരോ യുദ്ധത്തിലും കൊല്ലപ്പെട്ടത്. അവിടെ ഒന്നും ആരും ചോദിച്ചില്ലല്ലോ, ചോദിക്കുന്നത് കേട്ടില്ലല്ലോ, നിങ്ങളുടെ ദൈവം എവിടെ, ദൈവം ക്രൂരനല്ലേ എന്ന് ആരും ചോദിക്കുന്നത് കണ്ടില്ല. ഇന്നിപ്പോൾ ഈ ഫലസ്തീനിൽ ഇതുവരെ എത്ര മനുഷ്യർ, എത്ര കുഞ്ഞുങ്ങൾ, എത്ര സ്ത്രീകൾ മരിച്ചുപോയി, കൊല്ലപ്പെട്ടു. അവർ ബോംബാക്രമണത്തിലും എല്ലാം കൊല്ലപ്പെട്ടില്ലേ? ഇവർ ചോദിച്ചില്ലല്ലോ ദൈവം ക്രൂരനല്ലേ. എന്നാൽ സഹോദരങ്ങളെ, ആ ഫലസ്തീനികൾ നമുക്ക് കുറെ പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ഇതിലും വലുതൊന്നും സംഭവിക്കാനില്ല. തൻ്റെ കുഞ്ഞുങ്ങൾ, താൻ താലോലിച്ചു വളർത്തിയ തൻ്റെ കുഞ്ഞുങ്ങൾ തൻ്റെ കൺമുന്നിൽ പിടഞ്ഞു മരിക്കുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നും ഹസ്ബിയല്ലാഹു വ നിഅമൽ വക്കീൽ എന്നും പറയുന്ന ആ ഫലസ്തീനികളുടെ വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസം, അതാണ് അവർ പറയുന്നത്. അല്ലാതെ അള്ളാഹുവിനെ പഴിക്കാനോ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ അണുവിടെ തെറ്റാനോ അവർ പോയിട്ടില്ല. അത്തരം ഒരു വാക്കുപോലും അവരിൽ നിന്നുണ്ടായിട്ടില്ല. ഫലസ്തീനികൾ പറയുന്ന ഇപ്പോഴും അങ്ങനെയല്ലേ പറയുന്നത്? നഷ്ടപ്പെടുന്ന എല്ലാം അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അവർ പറയുകയാണ്, മകൻ മരണപ്പെട്ടു, വളരെ ആറ്റുനോറ്റ് വളർത്തിക്കൊണ്ടുവന്ന് തന്റെ മകൾ, ഓടിക്കളിച്ചിരുന്ന മകൾ തന്റെ കൺമുമ്പിൽ ഹോസ്പിറ്റൽ നിശ്ചലമായി കഫം പുടവയിൽ പൊതിഞ്ഞു കിടക്കുമ്പോൾ അവർ പറയുകയാണ് അൽഹംദുലില്ലാഹ്.
അള്ളാഹുവെ നിനക്ക് സ്തുതി എന്ന് പറയുന്ന പലസ്തീനികൾ, അതാണ് വിശ്വാസികൾ. എന്നാൽ ഇവരോ ഈ പറയുന്ന ആളുകളോ ഓടി ഒളിക്കും. എന്തെങ്കിലും ഇവരുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അനർത്ഥങ്ങൾ സംഭവിച്ചാൽ അവർ രംഗത്തുണ്ടാവുകയില്ല. അവർക്ക് എന്താണ് അവർക്ക് സഹിക്കാൻ കഴിയുക? എങ്ങനെ അവർക്ക് സഹിക്കാൻ കഴിയും? ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ, മരണം സംഭവിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള യുക്തിവാദികളുടെ അവസ്ഥ എന്താണ്? അവർക്ക് എന്താണ് പറയാനുള്ളത്? അവരെന്തു പറയും? നമുക്ക് അല്ലാഹ് ഉണ്ട്, നമുക്കൊരു പരലോകമുണ്ട്. എന്നാൽ ഇവർ പറയുന്നതോ, ഇവർക്ക് പറയാൻ ആകെ ഒരു മറുപടി എന്താണ്? കാലം, പ്രകൃതി, ഇതൊക്കെയാണ് അവർ പറയുന്നത്. ഖുർആനിൽ ഇവരുടെ മുൻഗാമികളെ സംബന്ധിച്ച് അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു പറയുന്നു, വഖാലു മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹ്യ വമാ യുഹ്ലികുനാ ഇല്ലാ അദ്ദഹർ വമാ ലഹും ബിദാലിക മിൻ ഇൽമിൻ ഇൻഹും ഇല്ലാ യദുന്നൂൻ. ഇവർ പറയുന്ന പോലെ തന്നെയാണ് അന്നുണ്ടായിരുന്ന ഇവരുടെ തലതൊട്ടപ്പന്മാർ, മുൻഗാമികളായ ആളുകൾ പറഞ്ഞിരുന്നതും. എന്താ അവർ പറഞ്ഞിരുന്നത്? വഖാലു, അവർ പറഞ്ഞു, മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ, ഈ ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ജീവിതമാണ്. ജീവിതം എന്നാൽ നമ്മുടെ ഈ ഐഹിക ജീവിതം മാത്രമാണ്. നമൂതു വനഹ്യ, നമ്മൾ അവിടെ മരിക്കുന്നു, ജീവിക്കുന്നു. വമാ യുഹ്ലികുനാ ഇല്ലാ അദ്ദഹർ, നമ്മെ നശിപ്പിക്കുന്നത് കാലമല്ലാതെ മറ്റൊന്നുമല്ല. കാലം, അല്ലാഹ് എന്ന് പറയാൻ അവർക്ക് നാവ് പൊങ്ങുന്നില്ല. അഹങ്കാരം അവരെ അനുവദിക്കുന്നില്ല. ഇതാണ് ഭൗതികവാദികൾ, യുക്തിവാദികൾ എന്ന് പറയുന്ന ഇവർക്ക് എന്ത് യുക്തിയാണുള്ളത്? എന്താണ് ഇവർക്ക് ഈ ജീവിതത്തെ സംബന്ധിച്ച് ഇവരുടെ കാഴ്ചപ്പാട് എന്താണ്? എന്തു പറയാനുണ്ട്? എന്താണ് ജീവിതത്തിൽ, എന്തിനാണ് നീ ജീവിക്കുന്നത് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് പറയാനുള്ളത്? അവർ പറയുകയാണ്, വമാ യുഹ്ലികുനാ ഇല്ലാ അദ്ദഹർ, കാലമല്ലാതെ നമ്മളെ നശിപ്പിക്കുന്നത് കാലമാണ് എന്ന്. ഇവിടെ ജീവിക്കുന്നു, മരിക്കുന്നു, പോകുന്നു, ഒരു ബാധ്യതയുമില്ല. നിങ്ങൾ നോക്കൂ, ഈ വയനാട് ദുരന്തവും അതേപോലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചാടി ഇറങ്ങുന്നത് ആരാ? മതവിശ്വാസികളാ. മുൻപന്തിയിൽ കാണും അവർ. മതവിശ്വാസികൾ, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോ കൂട്ടരാണ് ചാടി ഇറങ്ങുന്നത്. ഇവരെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ പറയുന്ന ആളുകൾ? കാരണം അവർക്ക് ഒന്നിനോടൊരു ബാധ്യതയില്ല. നമുക്ക് ചോദ്യം ചെയ്യപ്പെടും. നാളെ ഒരു പരലോകമുണ്ട്. അവിടെ നമ്മുടെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ കണക്കു പറയേണ്ടി വരും. ഇവൻ വിശ്വസിക്കുന്നതോ ഒന്നുമില്ല, അങ്ങ് പോവുക, മണ്ണായി പോവുക, ശുദ്ധ ശൂന്യതയിലേക്ക് ലയിച്ചു ചേരുന്നു എന്നാണ്. അള്ളാഹു പറയുന്നത് ആ ആയത്തിന്റെ ബാക്കി പറയുന്നത്, വമാ ലഹും ബിദാലിക മിൻ ഇൽം, വാസ്തവത്തിൽ അവർക്ക് അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. ഈ പറയുന്ന ആളുകൾക്ക് അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. ഇൻഹും ഇല്ലാ യദുന്നൂൻ, അവർ ഊഹിക്കുകയാണ്, ഊഹം മാത്രമാണ്. അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ ഊഹം മാത്രമാണ് അവരുടെ മുമ്പിലുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് ഭൗതികവാദം. ഈ ഭൗതികവാദികളൊക്കെ ഒരു ചെറിയ പ്രയാസമുണ്ടായാൽ എന്താ സംഭവിക്കുന്നത്? ഒരു ചെറിയ പ്രയാസമുണ്ടായാൽ ഇവരുടെ നിലപാട് എന്താണ്? ഇവർ പിന്നെ ആത്മഹത്യയിലേക്കും മറ്റും ലഹരി മരുന്നുകളിലേക്കും ഒക്കെയാണ് ഇവർ അഭയം കണ്ടെത്തുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവരുടെ പല പ്രശസ്തരായ യുക്തിവാദി നേതാക്കൾ, യുക്തിവാദത്തിനു വേണ്ടി വാദിച്ച് നടന്ന ആളുകൾ, അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ അത് നേരിടാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത എത്രയോ സംഭവങ്ങൾ.
അതേപോലെ തന്നെ ഓരോരുത്തരുടെ ജീവിതം അവസാനം വരെ മദ്യപിച്ച് കുടിച്ച് മരിക്കുന്ന എത്രയോ സംഭവങ്ങൾ. അതാണ് യുക്തിവാദം, ഭൗതികവാദം എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ഒരു കാഴ്ചപ്പാടില്ല. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ജീവിതത്തെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അതിൽ നമ്മളൊക്കെ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നമുക്കൊരു ഇതോടുകൂടി അവസാനിക്കുന്നില്ല. മരണത്തോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല, തുടങ്ങുകയാണ് നമ്മുടെ ജീവിതം. മറുപടി പറയേണ്ടി വരുന്ന ഒരു നാൾ, ഖിയാമത്ത് നാൾ, വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് അവരെ സംബന്ധിച്ച്, ദുനിയാവിനെ സംബന്ധിച്ച്, യഥാർത്ഥമായ ജീവിതത്തെ സംബന്ധിച്ച് നമ്മളോട് അല്ലാഹു പറയുന്നു, വമാ ഹാദിഹിൽ ഹയാത്തി ദുനിയ ലഹുവും വലഅബ്. ജീവിതത്തെ കുറിച്ച് കൃത്യമായിട്ട്, ഈ ഐഹിക ജീവിതം എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് അല്ലാഹു പറഞ്ഞു തരികയാണ്, നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വമാ ഹാദിഹിൽ ഹയാത്തി ദുനിയ ലഅബും വലഹു. ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ കളിയും വിനോദവുമാണ്. കുറെ കളികളാണ്, തമാശകളാണ്, വിനോദങ്ങളാണ്. ഇത് മാത്രമാണ് ദുനിയാവെന്ന് പറഞ്ഞാൽ. എന്നാൽ എന്നാൽ പരലോകത്തെ വീടാവട്ടെ, പരലോക ഭവനമാവട്ടെ, അതാണ് ശാശ്വതം, യഥാർത്ഥമായ ജീവിതം. യഥാർത്ഥത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത്, യഥാർത്ഥമായ ജീവിതം, ആ ജീവിതം എന്ന് പറയുന്നത് ദാറുൽ ഹയാത്തിന്റെ, അതായത് ലഹിയൽ ഹയവാൻ, അതാണ് യഥാർത്ഥമായ ജീവിതം. ലൗ കാനൂ യഅലമൂൻ, അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ, അള്ളാഹു പറയുക. അപ്പോൾ സഹോദരങ്ങളെ, രണ്ടിനെയും നമുക്ക് കൃത്യമായ ജീവിതത്തെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്, കൃത്യമായ മറുപടി നമുക്കുണ്ട്. ആ അറിവ് വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതു പ്രതിസന്ധിയും പ്രയാസങ്ങളും എന്തു സംഭവിച്ചാലും നമുക്ക് അതിനെയൊക്കെ നേരിടാൻ നമുക്ക് സാധിക്കും. വിശ്വാസികളാണെങ്കിൽ ഉറപ്പായിട്ടും സാധിക്കും. ഖുർആനിൽ മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു ആവർത്തിച്ച് ഇങ്ങനെ അള്ളാഹു ഖുർആനിൽ അങ്ങനെ നൽകിയിരിക്കുകയാണ്. സൂറത്ത് യൂസുഫ്, ആ യൂസുഫിൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും കുടുംബത്തിന്റെയും കഥ നമ്മളെ കേൾപ്പിക്കുകയാണ്. യൂസുഫ് നബിയുടെ കഥകൾ നമ്മളെ കേൾപ്പിക്കുന്നു. പാഠമുണ്ട് എന്ന് അള്ളാഹു പറയുന്നു. ഒരുപാട് പ്രയാസം, ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായ പ്രവാചകനാണ് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ 2 മക്കളെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ്. 2 മക്കളെ നമുക്കറിയാമല്ലോ, ഏറ്റവും ഇളയ മക്കൾ, അവരോടായിരിക്കുമല്ലോ നമുക്ക് കൂടുതൽ വാത്സല്യവും സ്നേഹവും തോന്നുക. അത്തരം കുഞ്ഞുങ്ങളോടായിരിക്കും. മൂത്തവരെക്കാൾ നമുക്ക് കുറച്ചുകൂടി സ്നേഹവും ലാളനയും ഒക്കെ, നമ്മൾ കൂടുതൽ ഇഷ്ടവും നമുക്ക് നമ്മുടെ വീട്ടിലെ കൊച്ചുമക്കളോട്. ആ 2 മക്കളെയാണ് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നഷ്ടപ്പെടുന്നത്. അദ്ദേഹം അതിൽ വിഷമിച്ചു. ഖുർആൻ പറയുന്നത് അദ്ദേഹത്തിന്റെ കരഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ വെളുത്തുപോയി എന്ന്, കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോയി എന്ന്. എന്നാലും അദ്ദേഹം നിയന്ത്രണം വിട്ടില്ല, അനിയന്ത്രിതമായില്ല. ആ ജീവിതത്തെ പിടിച്ചു നിർത്തി അദ്ദേഹം. ആ ഉണ്ടായ വിഷമങ്ങളൊക്കെ അദ്ദേഹം സഹിച്ചു. അവിടെ ആ പ്രയാസങ്ങളൊക്കെ അദ്ദേഹം സഹിച്ചു. എന്നിട്ട് മക്കളോട് പറയുകയാണ്, യാ ബനിയ, മക്കളെ, പൊന്നുമക്കളെ, ഇദ്ഹബു, നിങ്ങൾ പോണം, ഫതഹസ്സസു മിൻ യൂസുഫ വഅഖീഹി, എന്നിട്ട് യൂസുഫിനെയും അവന്റെ സഹോദരനെയും സംബന്ധിച്ച് നിങ്ങൾ അന്വേഷിക്കണം. വാപ്പ മക്കളോട് പറഞ്ഞു വിടുകയാണ്. പ്രതീക്ഷ അദ്ദേഹം കൈവിടുന്നില്ല. മക്കളോട് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് വലാ തൈഅസു മിർ റഹ്മില്ലാ, അല്ലാഹുവിന്റെ ആശ്വാസത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്.
അള്ളാഹു നമുക്ക് ആശ്വാസം നൽകും. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത് മക്കളെ എന്ന് അദ്ദേഹം മക്കളോട് പറയുകയാണ്. ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അല്ലാഹുവിന്റെ ആശ്വാസത്തെ പറ്റി നിരാശരാകുന്നത് ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അവിശ്വാസികളായ കാഫിറുകളായ ആളുകൾ മാത്രമേ അല്ലാഹുവിന്റെ ആശ്വാസത്തിൽ നിരാശരാകുകയുള്ളൂ. മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. മകൻ നഷ്ടപ്പെട്ട വേദനയിലും അദ്ദേഹം അവിടെ സഹിച്ചും ക്ഷമിച്ചും ആ മക്കളോട് ഉപദേശിക്കുകയാണ്. ഒരിക്കലും മക്കളെ നിരാശപ്പെടരുതേ, ഒരിക്കലും നിങ്ങൾ പ്രയാസപ്പെടരുതേ, അള്ളാഹു എല്ലാം ശരിയാക്കും, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് ആ മക്കളെ ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ പിന്നീടോ ആ മക്കളെ തിരിച്ചു കിട്ടുകയാണ് അദ്ദേഹത്തിന്. ഇതും ഖുർആൻ പറയുകയാണ്. ആ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഖാല അലം അഖുൽ ലക്കും ഇന്നി അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ, ചില കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? നോക്കുക സഹോദരങ്ങളെ, അദ്ദേഹം സഹിച്ചതിൻ്റെയും ക്ഷമിച്ചതിൻ്റെയും ഒക്കെ ഫലമായിട്ട് അള്ളാഹു കൊടുക്കുകയാണ്. അള്ളാഹു ആ മക്കളെ അദ്ദേഹത്തിന് തിരിച്ചു നൽകുകയാണ്. വലിയ പദവിയോടുകൂടി തന്നെ യൂസുഫ് ഈജിപ്തിലെ വലിയ മന്ത്രിയായിട്ട് മാറുന്നു, വലിയൊരു മന്ത്രിയായിട്ട്. അപ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ പലതും ഒക്കെ നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. ഈ ഒരു വിശ്വാസമാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും പഠിപ്പിക്കുന്നത്. ആ ഒരു ചരിത്രം, അയ്യൂബ് നബിയുടെ ചരിത്രം, ഇബ്രാഹിം നബിയുടെ ചരിത്രം, ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത്. നമ്മൾ ഇതുപോലുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അള്ളാഹു കാരുണ്യമില്ലാത്തവനാണ്, ക്രൂരനാണെന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ ഒരിക്കലും ഇളക്കം തട്ടേണ്ട കാര്യമില്ല. നമ്മൾ മുറുകെ പിടിക്കുക റബ്ബിന്റെ കാരുണ്യം നമുക്കുണ്ടാകും. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ രോഗമെല്ലാം മാറ്റി അദ്ദേഹത്തിന് അള്ളാഹു നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുത്തിട്ട് അള്ളാഹു പറയുകയാണ്, ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി. ഫകശഫ്നാ മാ ബിഹി, അദ്ദേഹത്തിന് നേരിട്ട കഷ്ടപ്പാടുകളെല്ലാം നാം അകറ്റിക്കളഞ്ഞു. വമിസ്ലഹും മഅഹും, അദ്ദേഹത്തിന് കുടുംബാംഗങ്ങളെ നൽകി. വമിസ്ലഹും മഅഹും, അതുപോലുള്ളവരെയും നൽകിയെന്ന്. മക്കളൊക്കെ മരണപ്പെട്ടു പോയിരുന്നു, എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് അതിനേക്കാൾ നല്ല മക്കളെ കൊടുത്ത് അള്ളാഹു അനുഗ്രഹിച്ചു. എന്നിട്ട് അള്ളാഹു പറഞ്ഞ ഒരു കാര്യമുണ്ട്, റഹ്മത്തം മിൻ ഇൻദിനാ, റഹ്മത്തം മിൻ ഇൻദിനാ, നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യമായിട്ട്. വദിക്റാ ലിൽ ആബിദീൻ, ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾക്ക് ഇതൊരു നല്ലൊരു സന്ദേശമാണ്, ഉദ്ബോധനമാണ് എന്ന് അള്ളാഹു ആ സംഭവത്തിൻ്റെയൊക്കെ അവസാനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് വിശ്വാസി. ഈ ദുനിയാവിൽ നമുക്ക് പലതും നേരിടേണ്ടി വന്നേക്കാം, പലതും നഷ്ടപ്പെട്ടു പോയേക്കാം, സാമ്പത്തികമായി തകർന്നു പോയേക്കാം, കുടുംബപരമായിട്ട് നമുക്ക് നഷ്ടങ്ങൾ പലതും സംഭവിച്ചു പോയേക്കാം, നമ്മുടെ ഭാവിയിൽ പലതും നമുക്ക് താങ്ങാനാവുന്നതിനും അപ്പുറം പലതും സംഭവിച്ചു പോയേക്കാം. ഏതു സാഹചര്യത്തിലും നമുക്ക് നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുള്ള അചഞ്ചലമായ വിശ്വാസം, ഈമാൻ, അത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദുല്ലാഹ്. സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ആദ്യമായി ഓതിക്കേൽപ്പിച്ചത് സൂറത്ത് അഅറാഫിലെ 156-ാമത്തെ ആയത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖാല, അള്ളാഹു പറയുകയാണ്, അദാബി, എൻ്റെ ശിക്ഷ,
ഉസീബു ബിഹി മൻ നശാ, ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഏൽപ്പിക്കുന്നതാണ്. വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എന്നാൽ എൻ്റെ കാരുണ്യമാകട്ടെ എല്ലാ വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതാകുന്നു. വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുതൂന സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. അല്ലാഹു പറയാണ്, ആ കാരുണ്യം ഫസഅക്തുബുഹാ, ഞാൻ അതിനെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ലില്ലദീന യത്തഖൂൻ, തഖ്വയുള്ളവർക്ക് വേണ്ടി ഞാൻ അത് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. വയുതൂന സകാത, സകാത്ത് നൽകുന്നവർക്കും ഞാൻ അത് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർക്കും നാം ആ കാരുണ്യം രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് അള്ളാഹ് പറയുകയാണ്, വറഹ്മതി, എൻ്റെ കാരുണ്യം വസിഅതു കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കൾക്കും വിശാലമാണ്, എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്നതാണ് അള്ളാഹുവിന്റെ കാരുണ്യം. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. നമുക്ക് സ്വന്തമായി ജീവിക്കാൻ നമുക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ കാരുണ്യമെങ്ങാനും ഒരു അല്പനേരത്തേക്ക് മാറ്റിവെച്ചാൽ എന്താകും നമ്മുടെ അവസ്ഥ? ഈ വായു ഒന്നൊരു അല്പ സമയത്തേക്ക് നിന്നുപോയാൽ നമുക്ക് സാധിക്കുമോ? അപ്പം ഓരോ അനുഗ്രഹവും അള്ളാഹു പറയാണ്, എൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ നിങ്ങൾക്ക് എണ്ണിക്കണക്കാക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള അള്ളാഹു നമുക്ക് അവന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് വീണ്ടും ഖുർആനിൽ പറയുകയാണ്, ഖുൽ, പറയുക പ്രവാചകരെ, ലൗ അൻതും തംലികൂന ഖസായിന റഹ്മത്തി റബ്ബി ഇദൻ ലഅംസക്തും ഖശിയത്തൽ ഇൻഫാഖി വഖാലൽ ഇൻസാനു ഖതൂറ. സൂറത്തുൽ ഇസ്രായിലെ 100-ാമത്തെ വചനമാണ്. അള്ളാഹു പറയാണ്, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, ലൗ അൻതും തംലികൂന, എന്റെ രക്ഷിതാവിന്റെ കാരുണ്യത്തിന്റെ ഖജനാവുകൾ നിങ്ങളുടെ ഉടമസ്ഥതയിലായിരുന്നുവെങ്കിൽ, നമ്മളുടെ ഉടമസ്ഥതയിലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ കാരുണ്യം അത് നമ്മളെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ എന്താകും? ഇതെല്ലാം ചെലവഴിച്ച് തീർന്നു പോകുമെന്ന് കരുതി നമ്മളത് പിടിച്ചു വെക്കുമായിരുന്നു. അള്ളാഹു നമ്മളെ അവന്റെ കാരുണ്യം ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ എന്താകും? നമ്മളത് പിടിച്ചു വെക്കും, തീർന്നു പോകുമെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുകയില്ല. വകാനൽ ഇൻസാനു ഖതൂറ, മനുഷ്യൻ കടുത്ത ലുബ്ധനാണ്, മനുഷ്യൻ പിടിച്ചു വെക്കും എന്നാണ് അള്ളാഹു പറയും. അള്ളാഹുവിന്റെ കാരുണ്യം അത്രമാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കാരുണ്യം അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഓരോ മൈക്രോ സെക്കൻഡും അവന്റെ അനുഗ്രഹം കൊണ്ടാണ് നാം ഇവിടെ നിലനിൽക്കുന്നത്, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. എല്ലാം നമ്മൾ കഴിക്കുന്നത്, മഴ വർഷിക്കുന്നത് എല്ലാം അവൻ തന്നതല്ലേ. നമ്മൾ ഈ ലോകത്തേക്ക് ജനിച്ചു വീണത് എങ്ങനെയാ? ഒന്നുമില്ലാതെയല്ലേ. എന്നിട്ടോ ഇവിടെ വന്നു നമ്മളെ അവൻ ഇത്ര നാൾ ജീവിപ്പിച്ചില്ലേ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറയുക. അള്ളാഹുവിന്റെ കാരുണ്യം അത്രമാത്രം വിശാലമാണ്. ഇപ്പൊ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. അപ്പൊ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവനെ മനസ്സിലാക്കുന്ന റഹ്മാനായ ആ റബ്ബ് ആരാണെന്ന് മനസ്സിലാക്കി അവനോട് കൂടുതൽ അടുത്ത് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളിൽ നിന്നും രോഗം കൊണ്ടും കടം കൊണ്ടുമൊക്കെ വിഷമിക്കുന്ന ധാരാളക്കണക്കിന് സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു ആശ്വാസവും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾക്ക്, അവിടെയുള്ള മക്കൾക്ക് എല്ലാം അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവർക്ക് ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അവരിലെ ശേഷിച്ച ബന്ധുമിത്രാദികൾക്ക്, അവരിലെ ശേഷിച്ച കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും ക്ഷമിക്കുവാനുള്ള കഴിവും നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ.
എല്ലാവിധ ആപത്തുകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും എല്ലാം അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി യാ ഖാദിൽ ഹാജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.